വിദ്വേഷ പരാമർശം ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകയിലെ ബലഗാവി മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് മോദിയുടെ പരാമർശം. രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് തങ്ങളുടെ വോട്ട് ബാങ്കിന് വിതരണം ചെയ്യുമെന്നായിരുന്നു മോദിയുടെ പരാമർശം. എന്നാൽ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കാതെയായിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗം. കർണാടകയിലെ ബലഗാവി മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലാണ് മോദി വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചത്. ഉത്തർപ്രദേശിലെ അലിഗഡിൽ നടത്തിയ അതേ പരാമർശങ്ങൾ ആവർത്തിച്ച മോദി മുസ്ലിം എന്ന വാക്കുപയോഗിക്കാതെ രാജ്യത്തിന്റെ സ്വത്ത് പ്രിയപ്പെട്ട വോട്ട് ബാങ്കിന് വിതരണം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആവർത്തിച്ചു. താൻ ജീവനോടെ ഇരിക്കുമ്പോൾ സ്ത്രീകളുടെ താലിയിൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മോദി കൂട്ടിച്ചേർത്തു. ശിവജി ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെ കോൺഗ്രസ് ക്രൂരനെന്ന് വിളിച്ചെന്നും സുൽത്താൻമാരും ബാദുഷമാരും നടത്തിയ ക്രൂരതകളെപ്പറ്റി കോൺഗ്രസ് മിണ്ടുന്നില്ലെന്നുമായിരുന്നു മറ്റൊരു ആരോപണം. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ വിദ്വേഷ പ്രസംഗം. വയനാട്ടിൽ ജയിക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഭീകരവാദികളെ കൂട്ടുപിടിക്കുകയാണെന്നും മോദി പറഞ്ഞു. वायनाड में ऐसे पीएफआई के संगठनों की मदद ली जाती है तो फिर उनका तूफान और बढ़ेगा कि नहीं बढ़ेगा? कांग्रेस ने जिस प्रकार वोट के लिए पीएफआई जैसे संगठनों की मदद ली है, उनसे सहाय ली है, और ऐसे ही कारणों से ऐसे लोगों की ताकत बढ़ जाती है भाई. ക്ഷേത്രങ്ങൾ തകർക്കാൻ കൂട്ടുനിൽക്കുന്നവർക്കും പശുക്കളെ കൊല്ലുന്നവർക്കും പിന്തുണ നൽകുകയാണ് കോൺഗ്രസ് എന്നും മോദി ആവർത്തിച്ചു. രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും മോദി നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും വിദ്വേഷം കലർന്ന പ്രസംഗങ്ങളാണ് മോദി ആവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ നേരിട്ട തിരിച്ചടിക്ക് പിന്നാലെയാണ് ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള മോദിയുടെ വർഗീയ പരാമർശങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ഇപ്പോഴും മൗനം തുടരുമ്പോൾ മോദിക്കെതിരെ വ്യാപക പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.